അന്ന് പഠിച്ചോനെ ഫോൺ താഴെ പോയി. അപ്പോൾ ഗൈസ് ഇന്ന് തയ്യാറാക്കാൻ പോകുന്ന സ്നാക്കാണ് തേങ്ങാമുറി. ഇന്നത്തെ സ്പെഷ്യൽ. അപ്പോൾ അത് തയ്യാറാക്കുന്നതിന് തൊട്ട് മുന്നേ ആയിട്ട് ഹീസൂട്ടിന് ഇവിടെ എന്തോ ഒരു പണി തന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് റെഡിയാക്കി വന്നിട്ട് കിച്ചണിലേക്ക് വന്ന് സവാള അരിയിലായിരുന്നു. ഇതിൽ നിന്നൊരു മോശമില്ല ഗൈസ്. നമ്മുടെ നോർമൽ കട്ട്ലറ്റിൻ്റെ ഒക്കെ പരിപാടി തന്നെയാണ്. ഷ്രെഡ് ചെയ്ത ചിക്കനും പിന്നെ മസാല ഐറ്റംസും ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഓണിയൻ, ഇതൊക്കെ സെയിം ആയിട്ടുള്ള ഐറ്റം തന്നെയാണ്. പിന്നെ കുറച്ച് പൊട്ടറ്റോയും കൂടെ ഒക്കെ ഇട്ടതിന് ശേഷം മസാല റെഡിയാക്കുക. മസാല റെഡിയാക്കിയതിന് ശേഷം നമ്മുടെ മുട്ട പൊഴിഞ്ഞ് വെക്കുക. അതിനുശേഷം നമ്മുടെ മസാല വെച്ചിട്ട് ഒരു മുട്ട കവർ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം ബോളാക്കിയിട്ട് നല്ല റൗണ്ട് ബോൾ ആക്കണം കേട്ടോ. അവിടെ എനിക്ക് പണി കിട്ടി. ഒരു ഓവൽ ഷേപ്പിൽ മുട്ടയുടെ ആ ഒരു ഷേപ്പിലാക്കുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി നന്നായിരിക്കും. അതിനുശേഷം മുട്ടയിൽ ഡിപ്പ് ചെയ്യുക. പിന്നെ ബ്രെഡ് ക്രംസിലും കൂടെ ഡിപ്പ് ചെയ്തെടുത്തതിന് ശേഷം നല്ല ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്തെടുക്കുക. സംഭവം പെട്ടെന്നാവേ. ഞാനിവിടെ 3 എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അത് തന്നെ ധാരാളമാണ്. അതിനുശേഷം ബാക്കി ഉണ്ടായിരുന്ന ഫില്ലിങ് ഞാൻ നാളത്തേക്ക് കട്ട്ലറ്റിന് വേണ്ടിയിട്ട് റെഡിയാക്കി ഫ്രിഡ്ജിൽ വെച്ചു. അതിനുശേഷം ഒരു സ്നാക്കും കൂടെ ഉണ്ടാക്കാന്ന് കരുതിയിട്ട് പഴംപൊരി കൂടി ആക്കിയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ബാറ്ററൊക്കെ റെഡിയാക്കി പെട്ടെന്ന് സെറ്റാക്കി. അതിനിടയ്ക്കൊക്കെ വന്നിട്ടുണ്ട് ഫ്രൂട്ട്സ് ഒക്കെ കട്ട് ചെയ്തു. ജ്യൂസ് ഞാൻ അടിക്കാൻ പോവാണ്. ജ്യൂസിന്റെ റെസിപ്പി ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ സംഭവം ഫിംറ്റോ ആണ് ഞാൻ ഇതിൽ മിക്സ് ചെയ്യുന്നത്. കൂടാതെ ഐസ് ക്യൂബ് എന്താണെന്ന് കുറേ പേർക്ക് അറിയണം. ഐസ് ക്യൂബ് നമ്മുടെ ഇൻസ്റ്റാഗ്രാമിലൊക്കെ വൈറലായിക്കൊണ്ടിരുന്ന ഗ്ലൂട്ടത്തിയോണ്ട് ആ ഒരു ABC ജ്യൂസിന്റെ ഐസ് ക്യൂബ് ആണ് കേട്ടോ. അത് ഹെൽത്തിയാണ്, അതേപോലെ നമ്മുടെ സ്കിന്നിനും ഹെയറിനും ഒക്കെ നല്ലതാണ്. അപ്പോൾ ഞാൻ റമദാന് തൊട്ട് മുന്നെയാണ് ഗൈസ് ഞാനത് പ്രിപ്പയർ ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ പിന്നീട് എടുക്കാനായിട്ട് പറ്റില്ല, നോമ്പൊക്കെ ആയി കഴിഞ്ഞാൽ. അതുകൊണ്ട് ഞാൻ ഒരു ഐസ് ക്യൂബ് ഇട്ടിട്ടാണ് ജ്യൂസ് ഉണ്ടാക്കുന്നത്. അതിനുശേഷം പഴംപൊരിയൊക്കെ ആക്കിയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ തേങ്ങാമുറി കട്ട് ചെയ്തു കേട്ടോ. ആദ്യത്തത് കറക്റ്റ് നടുക്ക് തന്നെ ആയിട്ടുണ്ടായിരുന്നു. രണ്ടാമത്തത് പാളി പോയിട്ടുണ്ടായിരുന്നു. ഒന്നിൽ ഉണ്ണി ഉണ്ടായിരുന്നില്ല കേട്ടോ. നല്ല പണിയുണ്ട്, പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അങ്ങനെ നോമ്പൊക്കെ തുറന്നതിന് ശേഷം നമ്മൾ കഴിച്ചു നോക്കി. അടിപൊളിയാണ്. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.